ഇപ്പോൾ റാഗിങ്ങിന് വിധേയനായ കുട്ടിയുടെ പിതാവ് ഇപ്പോൾ നമ്മളൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. കേൾക്കാമോ? കേൾക്കാം. റാഗിങ്ങിന്റെ അതിക്രൂര ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. സഹിക്കാൻ പറ്റുന്നതിനും അപ്പുറമാണ്. നിങ്ങളുടെ മകന്റെ ഒരു അവസ്ഥ എന്താണ് ഇപ്പോൾ? ഇപ്പോൾ ഞാൻ കോളേജിൽ പൊക്കോണ്ടിരിക്കുക. അതിന്റെ വ്യവസ്ഥയിൽ നിന്ന് അറിഞ്ഞാൽ നമ്മൾ ഫോണിൽ കൂടെ സംസാരിച്ചതുള്ളൂ. ഇപ്പൊ കഴിഞ്ഞ ദിവസം വിവരങ്ങളെല്ലാം അറിയാം. അതുകൊണ്ട് നമ്മൾ കോളേജ് ചെന്നിട്ടില്ല. കഴിഞ്ഞ ദിവസം ന്യൂസിലെല്ലാം അതുകൊണ്ട് കാര്യങ്ങൾ വന്നപ്പോഴത്തേക്ക് നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ പറ്റാതെ പോയി. അപ്പോൾ നമ്മളിപ്പം കോളേജിൽ ചെല്ലുന്നു. അപ്പോൾ പ്രിൻസിപ്പാളെയും നമ്മൾ വേണ്ടപ്പെട്ട ടീച്ചറെയും വാർഡനെയും അവിടുത്തെ ബന്ധപ്പെട്ട ആൾക്കാരെയും കാണും. അവർ കണ്ടിട്ട് എന്ത് പറയുന്നു പറഞ്ഞിട്ട് അത് കഴിഞ്ഞ് നമ്മൾ അടുത്ത സ്റ്റെപ്പിലേക്ക് നീങ്ങി കേസ് മുന്നോട്ട് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു. മകൻ ഇതുവരെ ഇത്തരത്തിൽ റാഗ് ചെയ്യുന്നതും അതിന്റെ ബുദ്ധിമുട്ടുകളും വീട്ടിൽ പറഞ്ഞിരുന്നില്ലേ? പറഞ്ഞിട്ടില്ല. ടീച്ചറിനോടും പറഞ്ഞിട്ടില്ല. എന്ന് പറഞ്ഞാൽ അവർ അത്രയ്ക്ക് ഭീഷണിയായിരുന്നു. ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും തളർന്നുപോയി. പിന്നെ അതുകൊണ്ട് അവർക്ക് പറ്റിയില്ല. പിന്നെ അതുകൊണ്ട് വേദന കൊണ്ട് സഹിക്കാൻ വയ്യാത്തതുകൊണ്ടാണ് അവർ ടീച്ചറിനോട് പറഞ്ഞത്. വേദന കൊണ്ട് അവർ ആകെപ്പാടെ തളർന്നുപോയി. പിന്നെ ആയുധമായിട്ട് ബുദ്ധിമുട്ട് വന്നപ്പോഴത്തേക്ക് അവർ നിവൃത്തിയില്ല, പിടിച്ചു നിൽക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് ക്ലാസ് ടീച്ചറിനോട് പറഞ്ഞു. അപ്പോഴാണ് നമ്മൾ കൊടുക്കാൻ വേണ്ടി വീട്ടിൽ നിന്നും ഇടയ്ക്കിടയ്ക്ക് പൈസ ചോദിക്കാറുണ്ടായിരുന്നോ? ആ പൈസ അവന്റെ അക്കൗണ്ടിലുണ്ട്. അവൻ എടുത്തോളും. നമ്മളിത് ചോദിക്കുന്നില്ലല്ലോ. പിള്ളേര് വേണ്ടിയില്ലേ നമ്മൾ ഈ കഷ്ടപ്പാടുമില്ല. നിങ്ങൾ മക്കൾക്ക് വേണ്ടി കൊടുക്കുന്ന പൈസ ഇവർക്ക് മദ്യപിക്കാൻ വേണ്ടി കൊടുക്കേണ്ട അവസ്ഥയായിപ്പോയി. ഇത് വെള്ളി പറഞ്ഞാൽ നിങ്ങളെ കൊന്നുകളയും എന്ന് പറഞ്ഞ് ഭീഷണി വെച്ച പിള്ളേർ പിടിച്ചു പോയി. ഫസ്റ്റ് ഇയർ പിള്ളേരെ ആകെപ്പാടെ 4 മാസമേ ഉള്ളൂ. ഇവർക്കൊന്നും വെളി ലോകമൊന്നും അറിയത്തില്ല. +2 കഴിഞ്ഞ് നേരം വിട്ടു, വിശ്വാസ പേരിൽ വിട്ടു. പക്ഷേ ഈ സംഭവം നടക്കുന്ന ആദ്യമായിട്ടാണിത്. ഇവിടെ റാഗിംഗ് നേരത്തെ നടക്കുന്നുണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങളോ അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അന്വേഷിച്ചിരുന്നോ അവിടെ ചേർക്കുമ്പോൾ? അന്വേഷിച്ചു. അവിടെ കോട്ടയം മെഡിക്കൽ നല്ലൊരു കോളേജാന്ന് പറഞ്ഞ് ആൾക്കാരും പറയുന്നു. നമുക്ക് വിശദമായിട്ട് അറിയാൻ പറ്റും, നല്ലതാണെന്ന് നമുക്ക് അറിഞ്ഞു. അതുകൊണ്ട് അന്വേഷിച്ചാ അഡ്മിഷൻ കിട്ടിയത്. പഠിച്ച പിള്ളേർക്കല്ലേ അഡ്മിഷൻ കിട്ടുള്ളൂ. നല്ല മാർക്കുള്ളവർക്കല്ലേ അഡ്മിഷൻ കിട്ടുള്ളൂ. കുട്ടി മാസത്തിൽ വീട്ടിൽ വരാറുണ്ടായിരുന്നോ? ഇല്ല, 4 മാസം ആകുന്നേ ഉള്ളൂ. അപ്പോൾ വന്നിട്ടേ ഇല്ല. പിന്നെ ക്ലാസ് തുടങ്ങിയതിനു ശേഷം വീട്ടിലേക്ക് വന്നിട്ടില്ല. അവധിയില്ലല്ലോ. അതിന്റെ ഇടയ്ക്ക് അവധി ഇല്ലായിരുന്നല്ലോ. അവധി ഉണ്ടായിരുന്നു. ക്രിസ്മസിന് വന്നായിരുന്നു. അപ്പോഴും ഒന്നും ഒരു സൂചന തന്നില്ല അല്ലേ? പേടിച്ചിട്ടാവും. തന്നില്ല. ഇത് നിങ്ങൾ നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമല്ലോ? കർശനമായ നിയമപരമായിട്ട് തന്നെ മുന്നോട്ട് പോകും. ഈ മകന്റെ മാനസികാവസ്ഥ എങ്ങനെയുണ്ട് ഈ വേദന അനുഭവിച്ചതിൽ? ഇപ്പോൾ ഈ പരാതിയിൽ ഉറച്ചു നിൽക്കുമല്ലോ. മകൻ ഇപ്പോൾ എന്താണ് പറയുന്നത്? ഫോണിൽ കൂടെ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. നമ്മൾ നേരിട്ട് കണ്ടല്ലോ. ഞാനിപ്പോ കോളേജിൽ ചെന്നാലേ വേറെ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. ശരി, ധൈര്യമായിരിക്കുക. ഏതായാലും കേരള സമൂഹം നിങ്ങൾക്കൊപ്പമുണ്ട്. അത്രയ്ക്കും ക്രൂരമായ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വരികയാണ്. റാഗിംഗ് അത് പൂർണ്ണമായും നിരോധിച്ചിട്ടും ഒരു തരത്തിലും അംഗീകരിക്കില്ല എന്നുള്ള നിയമങ്ങൾ കൊണ്ട് ശക്തമായ സംവിധാനം ഉണ്ടായിട്ടും ഇപ്പോഴും അത് തുടരുന്നു എന്നുള്ളതാണ്.